നിങ്ങൾ കുറച്ച് ലിക്വിഡ് ടൈപ്പുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി നമ്മുടെ വിഷ് കെയറിന്റെ നിയാസനമേഡ് സൺസ്ക്രീൻ അല്ലെങ്കിൽ വിഷ് കെയറിന്റെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയ സൺസ്ക്രീനോ അതല്ലെങ്കിൽ പ്ലമ്മിന്റെ ഒക്കെ ആ ഒരു പുതിയ ഫ്ലൂയിഡ് ടൈപ്പ് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്ന പ്രശ്നം അത് അവരുടെ സ്കിൻ ഒന്നും കൂടെ ഓയിലി ആക്കുന്നു, അതല്ലെങ്കിൽ അവരെ ഒന്നും കൂടെ കറുപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2 ഫിംഗർ റൂളിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഒരുപാട് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും. കാരണം നമുക്ക് 2 ഫിംഗർ റൂളിലല്ലല്ലോ, അതിന്റെ തിക്നെസ് കുറവാണ്, നമുക്ക് തോന്നില്ല ഇത് ഇന്നഫ് ആയി എന്നുള്ളത്. അത് കാരണം നമ്മൾ ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ നമ്മൾ അടിയിലിടുന്ന മോയ്സ്ചറൈസറും ഈ ഒരു സൺസ്ക്രീനും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഫിലിം ഫോർമേഷൻ കുറച്ച് കൂടുതലായിട്ട് വരും. സൺസ്ക്രീൻ നമ്മുടെ മോയ്സ്ചറൈസറിന്റെ മുകളിൽ തിക്ക് ഒരു ഫിലിമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ തിക്നെസ് കൂടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിയർക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ മാക്സിമം 2 ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മോർണിംഗിൽ വേണമെങ്കിൽ ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക് ആ ഒരു മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ അനേർക്കിലേക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.